escape. Something about those city lights were calling out my name. Now mama, don't you cry. നമ്മൾ ഈ ട്രിപ്പിൽ ആദ്യമായിട്ട് പെട്ടല കയറിയ ദിവസം കേട്ടോ ഇന്നലെ രാത്രി. ഞങ്ങളിപ്പോഴത് ഹംഗറിയിലാണ്, ബുദാപെസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ ഓസ്ട്രിയയിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ അവിടെ നിന്ന് പ്രിൻസ് ആറിനോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ നേരെ ബുദാപെസ്റ്റിലേക്ക് വന്നു. കാരണം ഇതുവഴിയാണ് നമുക്ക് റൊമേനിയ വഴി നേരെ തുർക്കിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നലെ അവിടുന്ന് ഒരു 7 മണി 8 മണിക്ക് ഇറങ്ങി ഞങ്ങൾ നേരെ സ്ലോവാക്യ പോയി. സ്ലോവാക്യയിൽ ബ്രാത്തിസ്ലാവ് പോയിട്ട് അവിടെ രാത്രി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, അവിടെ നിന്ന് കറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് ഒരു 10 മണി 11 മണിക്ക് വിട്ടു. അപ്പോൾ ഞങ്ങളിവിടെ ഹോട്ടൽ ഓൾറെഡി ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു. ഇവിടെ വന്ന് ഹോട്ടലിൽ വന്നിട്ട് പിന്നെ പോയി നോക്കുമ്പോൾ എൻ്റെ ഒരു ഡിഫറെൻറ്റ് സെനേറിയോ മൊത്തത്തിൽ മാറി. ഹോട്ടൽ ക്യാൻസലായി. അങ്ങനെ ഓൾമോസ്റ്റ് 90 യൂറോൻ്റെ അടുത്ത് വേറെ പേയ്മെൻറ്റും മൊത്തത്തിൽ കുടുങ്ങി പണ്ടടങ്ങി. ഞാനും ബൽക്കും കൂടി അങ്ങനെ ഇന്നലെ രാത്രി മുഴുവനും ഒരു 2 മണി 3 മണി വരെ ഞങ്ങൾ മൊത്തം ഇവിടുത്തെ എല്ലാ ഹോട്ടൽസും കയറി ഇറങ്ങി. എവിടെയും റൂമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ നമുക്ക് പാർക്കിൽ കിടന്നുറങ്ങാൻ. അപ്പോൾ അങ്ങനെ ഓക്കെ അതൊക്കെ തീരുമാനിച്ചു. ഞങ്ങൾ മെക്ഡി പോയി വാഷ്റൂമൊക്കെ എല്ലാം ഫ്രഷായി ഓക്കെ ആയി പുറത്തിറങ്ങി. അങ്ങനെ ഫൈനലി നമുക്ക് തപ്പിപ്പിടിച്ച് ഇവിടെ ഒരു ഹോട്ടൽ കിട്ടി. ബോംബാർഡ്സ്ക്കാന്ന് പറ്റും. ഈ ഏരിയ ഒരു പാർട്ടി ഏരിയ ആണ്. ഇവിടെ കൂടുതൽ ക്ലബ്ബുകളും പബ്ബുകളും നൈറ്റ് പാർട്ടിയൊക്കെ ഏരിയാസാണ്. അപ്പോൾ ഇവിടെ ഹോട്ടൽസൊക്കെ എപ്പോഴും ഓപ്പണാണ്, റിസപ്ഷനുകളൊക്കെയാണ് എപ്പോഴും ഓപ്പണാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് വന്നു. ഇവിടെ നമുക്ക് ഹോട്ടൽ കിട്ടി. 66 യൂറോ ആണ് ഇവിടെ റെൻറ്റ് വരുന്നത്. നല്ല വൃത്തിയുള്ളതാണ്. ഇപ്പോൾ 2 ദിവസമൊക്കെ റൂം എടുത്തു. ഇനി അടുത്ത പ്രശ്നം, ഇവിടെ യൂറോ അക്സെപ്റ്റ് ചെയ്യില്ല. യൂറോൻ്റെ കാലം കഴിഞ്ഞു. റൊമേനിയയിലേക്കും ബൾഗേറിയയിലേക്കും ഇവിടെയൊക്കെ ഇനി കാർഡ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബാക്കി പേയ്മെൻറ്റ് മാത്രമേ പറ്റൂ. യൂറോ ഇല്ല കേട്ടോ. അതിന് അതും ലോക്കായി. അപ്പോൾ നമ്മൾ പോണത് മണി എക്സ്ചേഞ്ച് ചെയ്യാനാണ്. മണി എക്സ്ചേഞ്ച് ചെയ്യണം, യൂറോ മാറ്റണം. പിന്നെ നമുക്ക് ബുദാപെസ്റ്റിലെ കുറച്ച് ഏരിയാസ് കാണണം. നമുക്ക് ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റല്ല ഇത്ര ദിവസം ഓട് നല്ലോണം സൂചിച്ചില്ലേ. ഇനിയാണ് നമ്മൾ കഷ്ടപ്പാട് കാണാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ഭയങ്കര വൈബ് സിറ്റി കേട്ടോ. കാരണം നമ്മൾ ഇന്നലെ രാത്രി കാണാൻ ഫുള്ള് പിള്ളേർ എല്ലാം അടിച്ച് ഫിറ്റായി ആമ്പിള്ളറും പെമ്പിള്ളറൊക്കെ ഓടിച്ചാടി ഇറക്കുന്നുണ്ട്. മെയിനായിട്ട് പക്ഷേ ഇവിടെ യൂറോ എടുക്കുന്നില്ല. ഇവിടെ ഒരു ലോക്കൽ കറൻസി ഹംഗേറിയൻ കറൻസിയാണ് ഇവിടെ എടുക്കുന്നത്. നമ്മളിപ്പം കയ്യിലുള്ള കംപ്ലീറ്റ് യൂറോ ഇപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു, ക്യാഷ് കംപ്ലീറ്റ് എക്സ്ചേഞ്ച് ചെയ്തു. ഇവിടെ മെയിനായിട്ട് കാർഡ് എടുത്ത് വന്നാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. നമ്മളല്ലാതെ നമ്മൾ ഇതിപ്പോൾ തട്ടിയാണ്. ഓക്കെ, കാർഡ് എടുത്ത് വന്നിട്ട് നമുക്കിവിടെ കാര്യമുള്ളൂ. കാരണം ഹംഗറിയിൽ നിന്ന് അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത് റൊമേനിയയില്ല. കാരണം അവിടെ അവരുടെ ലോക്കൽ കറൻസി ഉണ്ട്, അത് അവരെടുക്കില്ല. അവിടെ ഇതേപോലെ യൂറോ എടുക്കില്ല. അപ്പോൾ ക്യാഷ് മാത്രമേ ഇവിടെ പണി പറ്റുള്ളൂ. ഹോട്ടലാണ് എവിടെയാണെങ്കിൽ നമുക്ക് ക്യാഷ് മാത്രം നമുക്ക് പറ്റുന്നുള്ളൂ. നല്ല സീനാണ്. 2 ട്രാമുകൾ മിക്സ് ചെയ്ത് വന്നൊക്കെ എന്താ ലെങ്ത്ത് ആണ് ട്രാമിൻ്റെ ഒക്കെ. നടു റോഡിൽ ട്രാം നിർത്തി ഇവർ. അപ്പോൾ നമ്മളിങ്ങനെ പോകാൻ നേരം നല്ല വെയിലായതുകൊണ്ട് ഇതിന് ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്. ഇവർക്ക് ഈ ശരീരത്തിൽ വെയിലുള്ളാൻ വേണ്ടിയിട്ട്. ബൽക്കി എയർ സൈഡിലെ മെക്ഡി ഓർമ്മയുണ്ടത് എനിക്ക്. ഇന്നലെ രാത്രി ടോയ്ലറ്റിൽ വരാൻ വേണ്ടിയിട്ട് നീ വന്ന് മെക്ഡി ചെയ്ത്. മെക്ഡൊണാൾഡ് ഉള്ളത് കൊണ്ട് ഏതായാലും ഭയങ്കര ഹാപ്പി കേട്ടോ. ശരിക്കും ഇവരുടെ സ്പോൺസർഷിപ്പ് കൂടിയാണ്. ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഞാൻ പേര് പറയുന്നത് അവരുടെയാണ്. ഒരുപാട് മലയാളികൾ പല കൺട്രീസിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മെക്ഡിയിലൊക്കെ. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്രൊമോഷൻ എന്താ പറയുക, ഈ സാധനം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നാളെ നമ്മൾ പോകുന്നത് ഭയങ്കര ചൂടാന്ന് പറയുന്നുണ്ട്. ഇപ്പം തന്നെ 35-ന് മേലെ ചൂടുണ്ട്. അപ്പോൾ നാളെ എനിക്ക് പോകുമ്പോൾ 39 to 40 ഡിഗ്രി ചൂടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് വിഷയം വരുന്നില്ല, കാരണം ഞാൻ 45 വരെ ഞാൻ റൈഡ് ചെയ്തിട്ടുണ്ട് ഇറാഖിലൊക്കെ. പക്ഷെ ബൽക്കിൻ്റെ കാര്യമാണ്, കാരണം അവർക്ക് എത്രത്തോളം അത് താങ്ങാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പം ഗൾഫ് ഇതിപ്പോൾ കണ്ടോ, നിങ്ങളൊരു സൗദി ഇപ്പോൾ ഒരു ഫീലില്ലേ. കാരണം ആ ഒരു കളർലെസ് ബിൽഡിങ്സും അതുപോലെ തന്നെ ഭയങ്കര ചൂടും അല്ലേ. ഈ ഫ്ലാഗൊക്കെ മാറ്റി വണ്ടിയുടെ പ്ലേറ്റൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഒരു മിനി സൗദിയിലൊക്കെ പോയൊരു ഫീലാണ് ചില സ്ഥലത്തൊക്കെ. സോ ആദ്യമായിട്ട് നമ്മൾ ഫ്രെയിമിൽ ഈ ഒരു യാത്രയിൽ ഞങ്ങളുടെ ദന്യൂബ് നദി വന്നിരിക്കുകയാണ്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് ദന്യൂബ് റിവർ എന്ന് പറയുന്നത്. ഈ ദന്യൂബിൻ്റെ റിവറിൻ്റെ മുകളിലൊരു പച്ച ഈ ഒരു പാലം കണ്ടോ. ഈ പാലത്തിൻ്റെ മുകളിലേക്ക് കൂടി പണ്ട് ഷാരൂഖ് ഖാൻ്റെ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ കാറെടുത്ത് വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ഈ ദന്യൂബ് നദി എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ഒരു ഭയങ്കര ഒരു പ്രാധാന്യമുള്ളൊരു നദിയാണ്. ആമിന അതിൻ്റെ പേര് നോക്കി.
ആമിന, ആ വലിയ റെസ്റ്റോറൻറ്റ് ബോട്ട് റെസ്റ്റോറൻറ്റ് പേര് ആമിന കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് നമ്മുടെ ഫോർച്യൂണറിനെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. വെൺമലയിൽ സൂര്യൻ നമ്മളിപ്പോൾ ഉള്ളത് ബുദാപെസ്റ്റിൽ ഏറ്റവും ഫേമസ് ഒരു ഷൂസ് ഇൻ ദന്യൂബ് എന്ന ലൊക്കേഷനാണ്. ഇവിടെ ലൊക്കേഷൻ കണ്ടെങ്കിൽ പക്ഷേങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഇവിടെ ഒരു മരത്തിൻ്റെ തണൽ ഇങ്ങനെ നിന്നിട്ടുണ്ട്. ഇവിടെ വണ്ടിയുടെ സൈഡാക്കിയിട്ടുണ്ടോ, നമ്മൾ റോഡ് വന്ന് മാറ്റി സൈഡാക്കിയാണ്. വരുന്ന വഴിക്ക് രണ്ടാളം മൊബൈലും ഒരേ സമയം ഓവർ ഹീറ്റായിട്ട് ഓഫായി പോയി. കാരണം നമ്മൾ മൊബൈൽ ഇങ്ങനെ പുറത്തെല്ലാം വെക്കുന്നത് അത്രയും ചൂടാണ്. ചൂട് എന്ന് വെച്ചാൽ എൻ്റെ മോനെ ഗൾഫിൽ നിന്ന് ഒന്നുമല്ല കേട്ടോ, അത്രയും ചൂടാണ്. അപ്പം അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പം ഒരു തണലത്ത് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യാനോ. ബൽക്ക് ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ മൊബൈൽ ചൂട് കൊണ്ട് ഓഫായതുകൊണ്ട് ഞാൻ പണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ബൽക്കിൻ്റെ മൊബൈൽ ഇപ്പം നല്ല കാലാവസ്ഥ കിട്ടിയല്ലേ. നമ്മൾ വന്നപ്പം ചൂട് കുറച്ച് കുറഞ്ഞില്ല. അവിടെ ചെരുപ്പിനെടുത്തു ഇങ്ങോട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നിൽക്കലാണേ. ഇത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ കാണിച്ചിരുന്നു. ഞാൻ ഇവിടെയൊക്കെ വണ്ടി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെയൊക്കെ വിഷ്വൽ കാണിച്ചിരുന്നു കേട്ടോ. അപ്പം കഴിഞ്ഞ തവണത്തെ വീഡിയോസ് ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി. ഓക്കെ, ഇതൊരു മെമ്മോറിയലാണ്, ഒരു ഹിസ്റ്റോറിക് സംഭവമാണ്. ബുദാപെസ്റ്റിൽ ആരും വന്നാലും ഇവിടെ കറങ്ങാൻ വരും. ഇവിടെ വന്ന് ഇവിടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയല്ലേ. പിന്നെ കഴിഞ്ഞ തവണ കാർ എടുത്ത് വന്നപ്പോൾ നമ്മൾ കാർ അവിടെ ലോങ് പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ ഇത്തവണ ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് അടുത്ത് പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഭയങ്കര ചൂടാണ്. പിന്നെ റിവർ സൈഡ് ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, നമുക്കിപ്പം ചൂട് ഡൗൺ ആയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പുറത്ത് ഇറങ്ങിയപ്പോൾ ചൂടൊന്ന് ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെള്ളം കുടിക്കും. ഒരു ദിവസം 2 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയാണ് എൻ്റെ ഈ ഒരു പാക്കിനുള്ളത്. എല്ലാ ദിവസവും നമ്മൾ 2 തവണ ഫില്ല് ചെയ്യും, കുടിച്ചുകൊണ്ടേയിരിക്കും. ഒരു രക്ഷയില്ലാത്ത എന്ത് കിടിലോസ്ക്ക് ചൂടാണിത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് വേറെ ലൊക്കേഷനിലേക്കാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ ഒരുപാട് ഹിസ്റ്റോറിക്കലുണ്ട്. ഇത് ആ ട്രാമിൻ്റെ കളറുണ്ടോ, അതൊരു രസമാണ്. ഓക്കെ, നിങ്ങൾ ഞാൻ പറഞ്ഞ ആ ഒരു പച്ച ബിൽഡിംഗ് ഉണ്ടോ, ആ പച്ചപ്പാലത്തിന് അവിടെ വെച്ചിട്ട് നമുക്ക് വണ്ടീനെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. അപ്പം അതാണ് നമ്മൾ അടുത്ത പ്ലാൻ കേട്ടോ. ഇപ്പം ഈ വെയിൽ കുറച്ച് താണോണ്ടെന്ന് തോന്നുന്നു, സൂര്യൻ കുറച്ചും കൂടി കുറഞ്ഞുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ സൂര്യൻ്റെ ഈ ഒരു വലിയൊരു മേഘം ഉണ്ട്, വട്ടത്തിലുള്ള മേഘം. ഈ മേഘം അവിടെ സൂര്യൻ്റെ മറച്ചിലുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകുമ്പോൾ നട്ടപ്പൊരു വെയിൽ സ്റ്റാർട്ടാവും. പിന്നെ ഇവിടെ കഷ്ടപ്പാടായിരിക്കും. അതിന് മുമ്പ് നമുക്ക് വേഗം തെറിക്കാം. ഒരു കണ്ടി നോക്കിയാൽ കുഞ്ഞു വണ്ടിയായിട്ടത് നല്ല രസമുണ്ട് കാണാൻ. ഞാനൊന്നാമത് ഇവിടെയൊക്കെ വന്നതുകൊണ്ട് എനിക്കൊരു മൂടുന്നില്ല കറങ്ങാൻ. സത്യം പറഞ്ഞാൽ അതാണ്. ഞാൻ ഓൾറെഡി ഇവിടെ വന്ന് പോയതുകൊണ്ട് എനിക്കൊരു മൂടുമില്ല. പിന്നെ മൽക്കിക്ക് വേണ്ടി വന്ന് പോകുന്നത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഷാരൂഖ് ഖാൻ്റെ സ്വന്തം പാലം കേട്ടോ. ഷാരൂഖ് ഖാൻ ഇവിടെ വന്നിട്ട് ഒരു മൂവിയിലൊക്കെ അഭിനയിച്ചിട്ട് ഫേമസ് ആക്കിയ പാലമാണ്. ശരിക്കും ഷാരൂഖ് ഖാൻ കാരണം യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ ടൂറിസ്റ്റുകൾ കൂടി. നമുക്ക് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നു, അതൊരു സത്യമാണ്. ഇപ്പം ഒരുപാട് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡൊക്കെ ഇന്ത്യക്കാർ ഇഷ്ടപ്പെടാൻ മെയിൻ കാരണം തന്നെ ഈ ഷാരൂഖ് ഖാൻ്റെ മൂവി. അല്ല, യൂറോപ്പിലെ സ്വിറ്റ്സർലാൻഡിനേക്കാളും ബ്യൂട്ടിഫുൾ ഒരുപാട് കൺട്രീസ് ഉണ്ട് എൻ്റെ അറിവിൽ. പക്ഷെ അവിടെ നിന്ന് അത്ര ഇതില്ല, ഒരു ഭയങ്കര സംഭവം എന്ന് പറയുന്നില്ല. എനിക്ക് ഷാരൂഖ് ഖാൻ പോയിട്ട് അഭിനയിച്ചിട്ടുള്ളതുകൊണ്ടാണ് സിനിമകളും ബ്ലോഗുകളും ഒരുപാട് ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇവിടെ നടന്ന ഒരു പണി കിട്ടിയിട്ടുണ്ട്. എൻ്റെ മൈക്കിൻ്റെ ചാർജും തീർന്ന്, മൊബൈലിൻ്റെ ചാർജും തീർന്ന്, ഒന്നും ചാർജ് ആവുന്നില്ല. ചൂടിൽ കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. മൊബൈൽ കുത്തിയിടാണെങ്കിൽ കുറേ സമയം ചാർജ് ചെയ്യുന്നില്ല. അപ്പോൾ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് എങ്ങനെ പോകണമെന്ന് എനിക്ക് മനസ്സിലാവുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളൊരു പാർക്കിൽ ഇരുന്നിട്ടുള്ളത് കാരണം ഒന്ന് ഞാൻ പറഞ്ഞാൽ മൊബൈൽ ചൂടായതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഓണാകുന്നില്ല എത്ര കുത്തിയിട്ടും. അപ്പോൾ ഒന്ന് കോൾഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പം വലിക്കി വിട്ടിരിക്കുന്നത് ഇവിടെ കണ്ട് കുറേ ആൾക്കാർ, അവിടെ കുറേ ആൾക്കാർ ഇരുന്നിട്ട് അവർ ലൈറ്റായി ഡ്രിങ്ക്സൊക്കെ അടിച്ച് ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഹിപ്പികളാണ്. അപ്പം ഇവർ കുറച്ച് ഡേഞ്ചറാണ്. റൊമേനിയൻസ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സംസാരം കേട്ടിട്ട് ഇവർ ലോക്കൽ സംസാരമല്ല, അവർ കുറച്ച് ഡേഞ്ചറാണ്. കാരണം രാത്രിയിലൊക്കെയാണ് ഇതുപോലുള്ള സ്ഥലത്തേക്ക് മേ ബി അവർ വന്ന് നമ്മളെ തട്ടിപ്പറിക്കാനും അറ്റാക്ക് ചെയ്യാനൊക്കെ ചാൻസസ് ഉണ്ട്. യൂറോപ്പിൽ UK യിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ളത് റൊമേനിയൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൂട്ടരെ നമ്മൾ കയറണം. അതിപ്പോൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും പിള്ളേരാണെങ്കിലും ഒരു 10, 18, 20 വയസ്സിൽ അല്ലെങ്കിൽ 15, 16 വയസ്സിൽ പെൺപിള്ളേർ വന്നു കഴിഞ്ഞാലും അവർ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ അടുപ്പിക്കരുത്. ചിലപ്പോൾ അവരൊരു സെക്ഷുവലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരും. പക്ഷേങ്കിൽ നമ്മളവരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ അണ്ടർവെയർ വരെ അടിച്ചു മാറ്റി അവന്മാർ കൊണ്ടുപോകും. വണ്ടി അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന ഇടയ്ക്കിടയ്ക്ക്.
ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് മൊബൈലൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് ചാർജിനൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഭക്ഷണം കഴിക്കണം, പിന്നെ റൂമിലൊന്ന് പോകണം, ഒന്ന് കുളിച്ച് ഒന്നും കൂടി കുളിച്ച് ഫ്രഷ് ആവണം. എന്നിട്ടൊരു 7 മണി സമയത്ത് ഒന്നും കൂടി പുറത്തിറങ്ങണം. അവിടെ പെൺകുട്ടി ഡാൻസെല്ലാം കളിക്കുന്നുണ്ടോ നോക്കി നമ്മളെ ബൽക്കി നീ പോയി കമ്പനി കൊടുക്കുന്നോ? എനിക്ക് യൂറോപ്പ് മൊത്തം കണ്ടിട്ട് എന്ത് തോന്നുന്നു ഓവറോൾ? യൂറോപ്പ് മൊത്തം ഒരേപോലെ ഉണ്ട്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. കണ്ടിട്ടാകുമ്പോൾ മടുക്കും. നാടാണോ ബെറ്റർ ഇതാണോ ബെറ്റർ? നമുക്ക് എപ്പോൾ നമ്മളെ നാടനെ നല്ലത്. അതെന്താ അങ്ങനെ? അങ്ങനെയാ നാട്ടത്തെ പോലെ അല്ല ഇവിടെ. എന്താ അറിയില്ല, നമുക്ക് ഇഷ്ടമില്ല. നമുക്കിങ്ങനെ കാണാൻ ഫോട്ടോ എടുക്കാൻ പോവാ. ബൽക്കി ആക്ച്വലി മൊബൈലൊക്കെ എടുത്തിട്ട് കീശയിലിട്ട് നോക്കിയാൽ എന്താണ് ഇവര് നമ്മളെ നോക്കുന്നുണ്ട്. ചിലപ്പോൾ പറിച്ചിട്ട് പോയാലോ, തട്ടിപ്പറിച്ച് പോയാൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ ഇവിടെ നിൽക്കേണ്ടി വരും. പണ്ട് ഷബീറിൻ്റെ മൊബൈൽ സെർബിയയിൽ നിന്ന് പോയപ്പോൾ നമ്മൾ ഓടിച്ചിട്ട് തല്ലിയിട്ട് പിടിച്ചിരുന്നു. അന്ന് ആ പയ്യന് 18 വയസ്സായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ഭയങ്കര കംപ്ലയിൻറ്റ്സ് ആയിരുന്നു, അങ്ങനെ തല്ലാൻ പാടുന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ചുമരിനോട് ചേർത്ത് പിടിച്ച് അടിച്ചിട്ട് ഞങ്ങൾ വാങ്ങിയിട്ടാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് മുതലിൻ്റെ നഷ്ടം എന്താണെന്നുള്ളത്. അപ്പോൾ അന്ന് ഒരുപാട് പേര് നമ്മളെക്കെതിരെ കമൻറ്റ് ചെയ്തു, യൂറോപ്പ് പോയാൽ നിന്നെ പോലീസ് പിടിക്കും, മറ്റോടിക്കും, ചക്ക പിടിക്കുന്നിട്ട്. പക്ഷേ ഞാൻ കണ്ടിടത്തോളം ഇവിടെ കുറേ ആൾക്കാർ ഹോംലെസ് ആൾക്കാരുണ്ട്, പല കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഇവരൊന്നും ഇവർക്ക് വേണ്ട. യൂറോപ്പിൽ വന്നാൽ കോമൺ ആയിട്ട് എല്ലാവർക്കും പറ്റുന്നൊരു പറ്റാണിത്. ഇതെന്താ അറിയോ, ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ വെള്ളം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മിനറൽ വാട്ടർ കിട്ടും. ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ സ്പാർക്ക്ലിംഗ് വാട്ടർ ഉണ്ട്. എന്ന് വെച്ചാൽ സോഡ, നമ്മൾ സോഡ എന്ന് പറയുന്ന സാധനമില്ലേ, അത് ഇവർ കുടിവെള്ളത്തിൻ്റെ കുപ്പിയിട്ട് വെക്കും. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഒരു റാക്കിൽ നമ്മൾ പോയിട്ട് വെള്ളത്തിൻ്റെ വലിയ 2 ലിറ്റർ കുപ്പിയാണെങ്കിൽ അത് വാങ്ങിയിട്ട് പൈസയും കൊടുത്ത് പോയിട്ട് ഓപ്പൺ ആക്കിയിട്ട് കുടിച്ചു നോക്കുമ്പോൾ ഫുള്ള് ഗ്യാസ് ആണെങ്കിൽ എന്താ അവസ്ഥ? ഇപ്പോൾ നമുക്ക് പിന്നെയും പറ്റി ബൽക്കിക്ക് ആ സാധനം ഇംഗ്ലീഷ് ഒന്നും ഇവർ എഴുതുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഒരു ഐഡിയ എന്ന് വെച്ചാൽ നമ്മളെ ഇംഗ്ലീഷിൻ്റെ എടുക്കുന്ന ഇപ്പോൾ ഈ കുപ്പിയുണ്ട്, ഈ കുപ്പീൻ്റെ കളറിലേക്ക് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അവിടെ ഒരു ആഫ്രിക്കാരുണ്ടായിരുന്നു, പുള്ളി നമുക്ക് പഠിപ്പിച്ചു തന്നെ. അപ്പോൾ ഈ പിങ്ക് കണ്ടോ, പിങ്ക് കുപ്പിയൊക്കെ അതാണ്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ഒരാളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഞാനും ബൽക്കിയും കൂടി ഇന്ന് നമ്മൾ നേരെ പോകുന്നത് റൊമേനിയയിലേക്ക് കേട്ടോ, നമ്മുടെ അടുത്ത കൺട്രിയായ റൊമേനിയയിലേക്ക്. പിന്നെ ഇപ്പം സമയം രാവിലെ 10:30 മണിയായി. 10 മണിക്ക് ഇവിടെ ചെക്കൗട്ട് ചെയ്യണം. ഇവിടെ യൂറോപ്പിൽ ഏറ്റവും വൃത്തിയായിട്ട് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ 3 മണിക്ക് ചെക്ക് ഇന്നും 10 മണിക്ക് ചെക്കൗട്ടും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 1 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും, നമുക്കൊരു 10-11 മണിക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എക്സാക്ട്ലി 3 മണിക്ക് മാത്രമേ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി രാവിലെ 10 മണിക്ക് ചെക്കൗട്ടും ചെയ്യണം. അതല്ലെങ്കിൽ 10:30 മണിക്ക് ക്ലീൻ ചെയ്യുന്ന അമ്മച്ചി വന്ന് റൂമിൻ്റെ ഡോർ തുറക്കും. ഞാൻ കുളിച്ച് പക്ഷേ ഇങ്ങനെ ഉടുക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മച്ചി വന്ന് റൂമിൻ്റെ ഡോർ തുറന്ന് നോക്കി ക്ലോസ് ചെയ്തിട്ടങ്ങ് പോയി. റൊമേനിയൻ ബോർഡറിലേക്ക് ഇവിടുന്ന് 240 കിലോമീറ്റർ ഉണ്ട്. ഇന്നും നാളെ നമ്മുടെ റൊമേനിയ ആയിരിക്കും. ഇവിടെ എനിക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ നടന്നു, കുറേ കറങ്ങിയത്. ഇവിടെയൊക്കെ ഇന്നലെ രാത്രിയിലൊക്കെ ഒരുപാട് നടന്നു. നല്ല മനോഹരമായ ബ്യൂട്ടിഫുൾ ഏരിയ കേട്ടോ. പക്ഷെ നമ്മൾ കണ്ടൻസ് എടുക്കുന്ന കാര്യത്തിൽ മാത്രം നമുക്ക് കുറച്ചൊരു ഡിലേ വന്നേ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വിടാം റൊമേനിയയിലേക്ക്. ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഏരിയയിൽ നിങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ താമസിച്ച ഒരു ഹോട്ടലിൽ റൂം എടുത്ത് കേട്ടോ. കാരണം നല്ല ചീപ്പാണ്, 66 യൂറോന് നല്ല അടിപൊളി ചീപ്പാണ്. ഇവിടെ ഒരു പ്രത്യേക ഒരു പാർട്ടി വൈബ് കേട്ടോ. ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും എല്ലാവരും വന്ന് രാത്രി മൊത്തം പാർട്ടിയും കാര്യങ്ങളും, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടികൾ. ഇപ്പം നമ്മുടെ ട്രിപ്പ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 20 ദിവസം ആവാറ് കേട്ടോ. 20 ദിവസത്തേക്ക് കടക്കാൻ പോവുകയാണ്. 12-ാം തീയതിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് വന്നത്. ബൽക്കിക്ക് 30 ദിവസം വിസയുള്ളൂ. അപ്പം ആ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് യൂറോപ്പിന് എക്സിറ്റ് ആവണം. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 30 ദിവസം എക്സിറ്റ് ആവും. കാരണം ഇവിടെ നിന്ന് നമുക്കിനി 1400 കിലോമീറ്ററാണ് തുർക്കിഷ് ബോർഡറിലേക്കുള്ളത്. അപ്പം തുർക്കി ബോർഡറിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ തുർക്കി ബോർഡറിലേക്ക് ഇനിയിപ്പം പ്രത്യേകിച്ചിട്ട് വേറെ ഒന്നുമില്ല. You had nothing to say. You chose to walk, give what we had away. I hope you get what you're looking for. But babe, with me, you close the door on everything we could have been. Don't go thinking we could be friends. No, you can't bring us back from the dead. 'Cause when you know, Yeah, I have camera. I make videos actually. സോ നമുക്ക് വേറൊരു വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്, ഹാർലി ഡേവിഡ്സനാണ്. ഇവർ പറഞ്ഞ പ്രകാരം ഇവിടെ ഈ ബൾഗേറിയയിലൊരു ബൈക്കേഴ്സിൻ്റെ വലിയൊരു പരിപാടി നടക്കുന്നത്, അതിന് പോകുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയപ്പോൾ ഇവർ ഉണ്ടായിരുന്നു. നമ്മൾ അതേ കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ലോങ് റൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവർ പോളണ്ട് എന്നുള്ള ആൾക്കാരാണ്. അടിപൊളി സ്വഭാവം. നമ്മളോട് കുറേ സംസാരിച്ചു.
ആ ക്യാമ്പിന് വരാനൊക്കെ പറഞ്ഞു. ബൾഗേറിയയിലെ സോഫിയയുടെ അടുത്താണ് ഇവർ ക്യാമ്പിങ് വരുന്നത്. അപ്പോൾ എൻ്റെ മൈക്ക് കംപ്ലീറ്റ് ഡെഡായി. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് കുറച്ച് കേട്ടോ. അപ്പം നമുക്കിവിടെ 100 കിലോമീറ്റർ ഉള്ളൂ. അവിടെ എത്തി നമ്മൾ ബാക്കി കാണിച്ചിട്ടും ഉണ്ട്. മുത്തത് എവിടെയുണ്ട്? ബൽക്കിക്ക് എന്നോട് പുച്ഛം ഗായ്സ്. ബൽക്കിക്ക് വേണ്ടി വാങ്ങിയ ചിപ്സും ബൽക്കിക്ക് വേണ്ടി വാങ്ങിയ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒന്നും തിന്നൂല, എല്ലാം വെറുതെ വെച്ചിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ ഉള്ളത് റൊമേനിയയിലെ അറാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. റൈഡ് കഴിഞ്ഞ് വരുമ്പോൾ ഒന്നാമത് സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ മൈക്കൊക്കെ ചാർജ് ചെയ്ത് കംപ്ലീറ്റ് ഡെഡായി. പിന്നെ വേറെ കാര്യം, കഴിഞ്ഞ തവണ നമ്മൾ ഫോർച്യൂണർ എടുത്തിട്ട് ബൾഗേറിയയിൽ നിന്ന് റൊമേനിയ വന്ന് റൊമേനിയയിൽ നിന്ന് ഹംഗറിയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ബോർഡർ ക്രോസിംഗ് ഉണ്ടായിരുന്നു. നമ്മളവിടെ നിർത്തി, ഒരുപാട് സമയം നിർത്തി. നമ്മൾ പാസ്പോർട്ടിൽ റൊമേനിയൻ എക്സിറ്റ് അടിച്ചു, യൂറോപ്പിലേക്ക് എൻട്രി അടിച്ചൊക്കെ നമ്മൾ പോയത്. പക്ഷേ ഇത്തവണ വരുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അന്ന് സ്റ്റോപ്പ് ചെയ്ത് ബോർഡറൊക്കെ ക്ലോസ് ചെയ്തിട്ട് അവിടെ പട്ടി വെച്ചെടുക്കുന്നുണ്ടായിരുന്നു, ഒരു മനുഷ്യനില്ലാണ്ട്. കാരണം വെച്ചാൽ ഇവർ 2 വർഷം മുന്നേ ഷെങ്കേനിൽ ഒഫീഷ്യലി ഇവർ ജോയിൻ ആയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറ്റലി, ഫ്രാൻസ് പോലുള്ള മറ്റ് കൺട്രി പോലെ തന്നെ റൊമേനിയയും ഇപ്പോൾ ഷെങ്കേൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ റൊമേനിയയിലേക്ക് പോകാനും വരാനും നമുക്കിനി പ്രത്യേകിച്ച് വിസയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും വേണ്ട. റൊമേനിയൻസിനാണെങ്കിലും മറ്റ് ഷെങ്കൻ കൺട്രീസിലേക്ക് സാധാരണ പോലെ പോകാം. അതിന് പാസ്പോർട്ട് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. സോ റൊമേനിയയിലെ അറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. റൊമേനിയൻ ഹംഗറി ബോർഡറാണ്. ഒരാളെ ഞാൻ പരിചയപ്പെടുത്തരാം. ഡോക്ടർ പറഞ്ഞോ, പരിചയപ്പെടുത്തി സിംപ്ലി. ഞാൻ എൻ്റെ പേര് നൗഫൽ. ഞാൻ ഇവിടെ ഒരു 30, ഞാൻ 93 ഇവിടെ വന്നാണ്, 94 ഒരു 30 വർഷത്തിൽ കൂടുതൽ ഇവിടെ റൊമേനിയയിൽ തന്നെയാണ് സെറ്റിൽഡ് ആണ്. പിള്ളേരും വൈഫെല്ലാം ഇവിടെ നിന്നാണ്. വളരെ സന്തോഷം. പുറകിരിക്കുന്നത് പുള്ളിയുടെ വൈഫാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇതുവഴി പോകുമ്പോൾ ഇത് പുള്ളിയുടെ ഒരു ഹോം ടൗൺ ആണ്. ഹോം ടൗൺ മീൻസ് പുള്ളി പറഞ്ഞ പോലെ തന്നെ ഒരു 30 to 35 years ആയിട്ട് ഇവിടെ വന്ന് സെറ്റിൽ ആയ ആളാണ്. അപ്പം ഞങ്ങൾക്കാണ് ശരിക്കും ലോട്ടറി അടിച്ചൊരു ഫീലായി. കാരണം പോകുന്ന വഴിക്ക് തന്നെ നമുക്കൊരു മലയാളിയെ കിട്ടി. അപ്പം പക്ഷെ മലയാളി ഫുഡില്ല കേട്ടോ, മലയാളി മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയത് റൊമേനിയൻ ഫുഡാണ്. കാരണം പുള്ളിയുടെ വൈഫ് ആക്ച്വലി റൊമേനിയൻ നാഷണാലിറ്റി ഇവിടുത്തെ ആളാണ്. പുള്ളി ഡോക്ടറാണ്, വൈഫ് അഡ്വക്കേറ്റാണ്. പിന്നെ 3 മക്കളാണെന്നല്ല, അവരൊക്കെ നമ്മൾ കണ്ടു. ഹാപ്പി, ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് എന്താ പറയുക, ഒരുപാട് നല്ല നല്ല മലയാളീസിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക്സ് ടു നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് പ്രിൻസേട്ടൻ. ഇതൊക്കെ പ്രിൻസേട്ടൻ്റെ ചങ്ക്സ് ആണ്, ഇപ്പോൾ നമ്മുടെ ചങ്ക്സ് ആയിട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളെങ്ങോട്ട് പോകണേ? നമ്മളിപ്പോൾ തിമിഷ്വാര എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം. ഇത് ഒരു 50 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ റൊമേനിയയുടെ ഒരു വെൽ നോൺ സിറ്റിയാണ്. കാരണം ഇവരുടെ റെവല്യൂഷൻ 93 ഇവരുടെ റെവല്യൂഷൻ തിമിഷ്വാര സ്റ്റാർട്ട് ചെയ്തത്. 1989 സ്റ്റാർട്ട് ചെയ്തത് തിമിഷ്വാര. ഹിസ്റ്ററി ഒക്കെ പറയാറില്ലേ? ഹിസ്റ്ററി ഞാനതിൽ വട്ടപ്പൂജയാണ്. അപ്പോൾ ഞാൻ അവിടെ ഹിസ്റ്ററിയിലെ സ്ഥലത്തൊക്കെ ഞാൻ മിണ്ടാണ്ട് പോയിട്ട് ഇങ്ങനെ ആയിട്ട് വരുത്താം. എന്തിനാ വെറുതെ? അപ്പോൾ നമുക്ക് അവിടെ ഇപ്പോൾ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞാൽ ഇപ്പോൾ അറിയുന്ന ആളാണ് കേട്ടോ. അപ്പം ഇവിടെയും ലിറ്റിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം റൂട്ടൊക്കെ. ഇവിടെ റൊമേനിയയിൽ നമുക്ക് നല്ല ട്രാമുകളുണ്ട്. ഈ ഹംഗറിയിലത് മഞ്ഞ കളർ ആണെങ്കിൽ ഇവിടെ പച്ച കളറാണ്. ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ട്രാമാണ്, അറാദിൽ ഉണ്ടാക്കുന്ന ട്രാമാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാവർക്കും യൂറോപ്പിൽ വരെ എക്സ്പോർട്ട് ചെയ്യും. ഇത് മെയ്ഡ് ഇൻ റൊമേനിയ, യൂറോപ്പിൽ എല്ലാ കൺട്രീസിലും. ഈ സിറ്റി അറാദ്, മെയ്ഡ് ഇൻ അറാദ്. ഓക്കെ, ഇവിടെ ഉണ്ടാക്കുന്ന ട്രാംസ് ആണ്. ഇവിടെ നിന്ന് ഞങ്ങൾ റൊമേനിയ, ബൾഗേറിയ, ടർക്കി ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. ഈ ഷെങ്കൻ കൺട്രിയിലേക്ക് മാറിയതിനു ശേഷം എന്താണ് റൊമേനിയക്ക് വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാണ്ട് നല്ല അടി കിട്ടിയാണ്. ടാക്സസ് ഒക്കെ കൂടി 3% ടാക്സ് ഇപ്പോൾ 45. മുന്നേ ഇവിടെ 3% ആയിരുന്നു ടാക്സ്. 3 to 9%. അത് അങ്ങനെ ഡിപ്പെൻഡ്, എന്താണ് വർക്ക് ചെയ്യുന്നത് അനുസരിച്ചുള്ളൂ. പക്ഷെ ഇപ്പോൾ 45-47% മാറി. എക്സാക്ട്ലി ഒരു യൂറോപ്പിൽ കൊടുക്കുന്ന അതേ ടൈപ്പ് ടാക്സസ് ആയി. പിന്നെ എല്ലാം എക്സ്പെൻസീവ് ആയി. എന്ത് സാധനം എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയി. എന്തെങ്കിലും മെച്ചങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല. ഞങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ കയറിയപ്പോൾ തന്നെയുള്ള മെച്ചങ്ങൾ അതായിരുന്നു നല്ലത്. പക്ഷെ ഷെങ്കൻ സ്പേസ് കയറിയോണ്ട് ആകെ ഉള്ളതിന്റെ ബോർഡർ സെക്യൂരിറ്റി ക്രോസ് ചെയ്യാൻ
അപ്പോൾ നിങ്ങൾ പറഞ്ഞോട്ട് അത്രേ ഉള്ളൂ. പിന്നെ യൂറോപ്പിൽ എവിടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ലേ? അത് മുന്നേ ട്രാവൽ ചെയ്യാൻ പറ്റും. മുമ്പേ ട്രാവൽ ചെയ്യാം. ഓക്കെ. പുള്ളി അതുപോലെ റൊമേനിയൻ പാസ്പോർട്ട് ആട്ടോ, ഇവിടുത്തെ നാഷണാലിറ്റി ആണ്. 35 years ആയിട്ട് ഇവിടെ ജീവിക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നാട്ടുകാരനാണ്, മലയാളം സംസാരിക്കുന്ന റൊമേനിയക്കാരൻ. അങ്ങനെ 2 പേരുള്ളൂ മലയാളം സംസാരിക്കുന്നത്, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ എവിടെ വന്നിട്ട് വീട്ടിലുണ്ട്. കാണാൻ പോണ കൂട്ടുകാരൻ നമുക്ക് അതിൽ വീഡിയോയിൽ പറ്റും ഇടാം. അതുപോലെ തന്നെ നമ്മുടെ ആസാന ഭക്ഷണം മക്ഡി ഇത് എവിടെയുണ്ട് ഇപ്പം. ഞാനും വലിക്കും. വി ബോത്ത് ഏറ്റ് മക്ഡി എ ലോട്ട് ഇൻ ദിസ് ട്രിപ്പ്. ഇതാണ് ഇവിടുത്തെ മേയർസ് ഇത് ഓഫീസ്, നമ്മുടെ പാർലമെന്ററി അല്ല, അത്രയല്ല, മേയർ ഓഫീസ്. ഈ സിറ്റി മേയറുടെ ഓഫീസ് അല്ലേ, കോർപ്പറേഷൻ ഓഫീസ് എന്നൊക്കെ പറഞ്ഞല്ലേ, സിറ്റി മേയറുടെ ഓഫീസ് അല്ലേ. ഓക്കെ. ഇവിടെ ഞങ്ങൾ ടാക്സ് ഒക്കെ ഇവിടെയാണ് നിങ്ങൾ ടാക്സ് അടക്കുന്നത് വന്നിട്ട്. ഓക്കെ. എല്ലാ മാസം കരഞ്ഞുകൊണ്ട് വരുന്ന സ്ഥലമാണ് ഇത്. ഞാനും വലിക്കും സന്തോഷിച്ചുകൊണ്ട് വരുന്ന സ്ഥലം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബ്രോ ശരിക്കും എന്ത് ഡോക്ടറാണ്? ഓക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന അസുഖമാണ്. എനിക്കും എൻ്റെ ഉപ്പാക്ക് ഒരു അസുഖമുണ്ട്, അതിപ്പോൾ എനിക്കും വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ വേറെ കാര്യം, പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റോറി ഞാൻ പറയുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുള്ളി 35 വർഷമായിട്ട് ഇവിടെയുണ്ട്. പുള്ളിയുടെ വൈഫാണ് പുറകിരിക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഇൻ്റർനാഷണൽ കപ്പിൾസിനെ കാണുമ്പോൾ പലർക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതെങ്ങനെ അവിടെ പോയിട്ട് എങ്ങനെ കല്യാണം കഴിച്ചു, അവിടെ എങ്ങനെ സെറ്റിലായി, എങ്ങനെയാണ് ഇതുണ്ടായത്? എനിക്കും ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അതൊന്നും ചോദിക്കണില്ല. കാരണം നാളെ നമ്മൾ ക്യാമറ ഓണാക്കി നമ്മൾ നാളെ ചോദിക്കും. നാളത്തെ വീഡിയോ മെയിനായിട്ട് ഞാൻ ഇവരുടെ ഇന്റർവ്യൂ ഇപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിറ്റി സെന്ററിൽ നടക്കാനാണ് പോണത്. പിന്നെ നല്ല വെതറാണ്. എനിക്ക് ചൂടൊന്നുമില്ല നമ്മളെ, ചൂട് കുറവല്ലേ? അല്ല ഇപ്പൊ ചൂടില്ല, കുറവാ. യെസ്റ്റർഡേ വാസ് വെരി ഹോട്ട്, ടുഡേ ഇറ്റ്സ് ഓക്കെ. വലിക്ക് നല്ല ഫോൺ എടുത്തരാ, വാ, നല്ല ഫ്രെയിമാ. എന്ത് വലിക്കണ്ട, ഗോൾ അടിക്കുന്നുണ്ട, ഗോള് അവിടെ ഒന്നും നല്ല ഫോട്ടോ എടുത്തരാ. വെയിറ്റ്, ഇതാണ് ഡോക്ടർ പറഞ്ഞ എന്ത് സെന്റർ? തിമിഷ്വാര എന്ന് പറഞ്ഞ സെന്റർ കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചിട്ട് പുള്ളിയുടെ ജീവിതം എല്ലാം തുടങ്ങിയത് ഇവിടെ നിന്നാണെന്ന് പറയുന്നത് കേട്ടോ. പഠിച്ചതൊക്കെ എല്ലാ കാര്യങ്ങളും. ഫ്ലെക്സ് ബസ്സൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ റൊമേനിയയുടെ ശരിക്കുള്ള ഭാഷ എന്താ? റൊമേനിയൻ ലാംഗ്വേജ് ആണ്. അത് ലാറ്റിനായിട്ട് വളരെ, ഇറ്റാലിയൻ, സ്പാനിഷ് അതൊക്കെ ആയിട്ട് വളരെ സാമ്യമുള്ളതാണ്. ലാറ്റിൻ ഭാഷ. ഓ, ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണല്ലോ അല്ലേ? സിനിമ തിയേറ്റർ, സിനിമ അല്ല, അവരുടെ നമ്മുടെ ഇതൊക്കെ ചെയ്യില്ലേ, ഈ ഡ്രാമയും ഇതൊക്കെ കളിക്കുന്നു. ഒപ്പേറ പോലത്തെ ഒപ്പേറ പോലത്തെ തിയേറ്റേഴ്സ് കേട്ടോ. പല സ്ഥലങ്ങളിലെ തിയേറ്റർ നിൽക്കുമ്പോൾ എനിക്ക് ആക്ച്വലി മാറിപ്പോ പറഞ്ഞു. ഞാൻ വിചാരിച്ചു മോഹൻലാലിൻ്റെ ഒക്കെ നമ്മുടെ മോഹൻലാൽ മൂവിയല്ല, ഇവരുടെ ഒരു തിയേറ്റർ. പക്ഷെ ഇവിടെയാണ് ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് റൊമേനിയൻ്റെ റെവല്യൂഷൻ 1989 അവിടെ കമ്മ്യൂണിസ്റ്റ് റെജീമിനെ തട്ടിമറിച്ച് ഇവിടെ നിന്നിട്ടാണ്. ഇവിടെ കുറേ പേര് അവർ ഇത് ഷൂട്ട് ചെയ്ത് മറ്റേ ഇത് ചെയ്ത് കൊന്ന ശേഷമൊക്കെയാണ് ഇവിടെ ഈ സ്പോട്ടിലാണ് നടന്നത്. ആ സമയത്ത് ബ്രോ ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല, 99 ഞാനില്ല, 89 ഇവിടെ വണ്ടികളില്ല മാക്സിമം, വാക്കിങ്ങും സൈക്ലിംഗ് അല്ലേ? പാടില്ല, അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആണോ? ഓ, അംബ്രല ടൗൺ ആണല്ലോ. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ, യൂറോപ്യൻസ് എന്നല്ലേ. പിന്നെ വേറെ കാര്യമുണ്ട്, പണ്ട് കാലത്ത് ഷെങ്കൻ യൂണിയനിൽ കയറുന്നതിന് മുന്നേ ഇത് വളരെ ചീപ്പായിട്ട് ഉള്ളൊരു കൺട്രി ആയിരുന്നു. ചീപ്പ് മീൻസ് വിലക്കുറവിൽ ഇവിടെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങാനും താമസിക്കാനും ടൂറിസ്റ്റൊക്കെ നടത്താൻ പറ്റുന്ന കൺട്രി ആയിരുന്നു. അപ്പം ബ്രോ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഷെങ്കനിലേക്ക് മാറിയതിന് ശേഷം ഷെങ്കനിലുള്ള ബാക്കി കൺട്രീസിനെ പോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടോ. ശരിക്കും അതൊരു പോയിൻ്റാണ്. കാരണം വേറെ മെച്ചങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളേ ഉള്ളൂ. ഇങ്ങനെ നീ പോയി നടുവിൽ ഫോട്ടോ എടുത്തരാ. അപ്പോൾ ഗൈസ് ഹോൾഡേ, ബൾക്കി ഫോട്ടോഷൂട്ട് മതി. ഫുള്ള് സൂമിങ് ആണ്. റെഡി, 1 2 3. നടന്നിട്ടോ? നടന്നോ? എന്നെ കാണണ്ടേ? അതിൻ്റെ അല്ല, മെല്ലെ എടുക്ക്. ഓക്കെ,
നമ്മൾ ആക്ച്വലി ജോർദാനിലെ അമ്മാനിൽ പോയപ്പം എനിക്ക് ഓർമ്മയുണ്ടോ ജോർദാനിലെ അമ്മാനിൽ ഫോട്ടോ ഉണ്ട് ഇപ്പോൾ. ഇതേപോലെ ഉണ്ടായിരുന്നു ഇങ്ങനെ കുടകളിങ്ങനെ മോൾഡാക്കിയിട്ട്. അപ്പം അതേപോലെ കേട്ടോ ഇവിടെയുള്ളത്. പിന്നെ സ്ട്രീറ്റൊക്കെ നല്ല വൃത്തിയുണ്ട്. ഞാൻ എപ്പോഴും പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കങ്ങനെ ബാഡ് സ്മെല്ലോ കച്ചറകളൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ, ഇവിടുത്തെ ഹാൻഡ് മെയ്ഡ് നമ്മുടെ നാട്ടിലത്തെ കൈത്തറി എന്നൊക്കെ പറയുന്നതല്ലേ നാഷണൽ ഡ്രസ്സാണ് ഈ കാണുന്നത്. നിങ്ങൾ അതൊക്കെ ഇട്ട് ഫോട്ടോസ് ഒക്കെ ഉണ്ടോ? ഇല്ല, അത് മുകളിൽ കണ്ട റൊമേനിയൻ റൂളേഴ്സും ഇതൊക്കെ. യൂറോപ്പിൽ ഏത് കൺട്രി പോയാലും നമുക്ക് ഇങ്ങനെ റൂളേഴ്സ്, കാസ്റ്റില് കാര്യങ്ങൾ, ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ. സോ ബാഡ് സ്മെല്ല് കാര്യങ്ങളൊന്നുമില്ല, നല്ല സ്മെല്ലാണ്. പിന്നെ കച്ചറകളൊന്നുമില്ല. പിന്നെ നമുക്കിങ്ങനെ ബെഗേഴ്സിനൊന്നും അങ്ങനെ ഓവർ എവിടെയും കാണാനും കിട്ടുന്നില്ല. നമ്മൾ ഇപ്പം ഇറ്റലിയിലൊക്കെ പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പോയിൻ്റ് ഔട്ട് ചെയ്തിരുന്നു, ഭയങ്കര വൃത്തിയായിട്ട ഒരു സിസ്റ്റമായിരുന്നു അവിടെ. 1 ജൂലൈ 2026 1 മുതൽ 26. ഇവിടെ ഈ ഒരു സ്ലാബില് റൊമീനിയൻസ് പൊതുവെയുള്ള എല്ലാവരുടെയും പേര് ഇപ്പൊ രാത്രി കൊണ്ട് കാണുന്നില്ല, പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനോട് നമുക്ക് ശരിക്കും എൻ്റെ പേര് കാണുന്നില്ലല്ലോ. നമുക്ക് സെക്യൂരിറ്റിക്കാം. ഇവിടെ ആക്ച്വലി ഇവിടെ എന്തൊരു പരിപാടി നടക്കുന്നുണ്ട്. 1-നും 5-നും ഇടയിൽ പരിപാടി ഓണായിട്ടില്ല. കസേരകൾ മാത്രമേ ഉള്ളൂ, ആൾക്കാർ കുറച്ചേ ഉള്ളൂ. ഏറിയാലൊരു 10 ആൾക്കാർ താഴെ മാത്രമേ ഉള്ളൂ. പക്ഷേ ആയിരക്കണക്കിന് കസേരകളുണ്ട്. ഇവിടെ ആൾക്കാരുണ്ട്. എനിക്കൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഗാനമേളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇരിക്കൂലേ, അതുപോലെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഗാനമേളക്ക് മുന്നേ ഇങ്ങനെ പാട്ടൊക്കെ വെക്കുമായിരുന്നു. ഇവിടെ ആവുന്നില്ല കേട്ടോ. ആൾക്കാർ ഐസ്ക്രീം തിന്നാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. എന്തിൻ്റെ ഐസ്ക്രീം? ഭയങ്കര ഫേമസ് ഐസ്ക്രീമാണ്, അതുകൊണ്ട് ആൾക്കാർ ക്യൂ നിന്നിട്ടുണ്ടാവും. അത്രയും ടേസ്റ്റോ? നോക്കല്ലോ ഒന്ന്. ദേ അറാത്ത് മെയ്ഡിന് അറാത്ത് ട്രാം പോണു. അറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു തെറി ഭാഷ കേട്ടോ. എന്താ പറയുക, മലബാർ ഏരിയയിൽ കണ്ണൂരൊക്കെ പോയിട്ട് അറാത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു തെറിയാണ്. അറാത്ത് എന്ന് പറഞ്ഞ തെറിയാണ്. ഓക്കെ, എന്നാൽ സോറി ഗൈസ്, അറാദ് കേട്ടോ, അറാത്തല്ല അറാദ്. അതുപോലെ ഈ റൊമേനിയക്ക് കടലില്ലല്ലോ. കടലുണ്ട് എവിടെ? നമ്മുടെ കോൺസ്റ്റാൻസ, നമ്മുടെ ബ്ലാക്ക് സീ. ഓക്കെ, സാധാ മറ്റേ കടലില്ല. നമ്മുടെ ബീച്ചും ഇതൊക്കെ ബ്ലാക്ക് സീ ഭയങ്കര ഫേമസ് അല്ലേ? അല്ല, ഇവിടെ ഫിഷിന് റെസ്റ്റോറൻ്റ് എല്ലാം കാണുന്നുണ്ട്. കടൽ അങ്ങനത്തെ കടൽ ഇവിടെ കൂടുതലും. ഇപ്പോൾ നിങ്ങളിപ്പോൾ വന്നില്ലേ ദുനര, പക്ഷെ ഈ സൈഡിൽ കടലും കാര്യങ്ങളൊന്നും കുറവാണ്. അതേസമയം നമ്മൾ ഇപ്പോൾ നിങ്ങൾ പോകുന്നില്ല ബൾഗേറിയയിൽ, ആ സൈഡിലോട്ട് ചെല്ലുമ്പോൾ അവിടെ കടലും ഡെൽറ്റയും ഒക്കെ ഭയങ്കര. നമ്മൾ മെയിനായിട്ട് കടൽ കാണാൻ പോണത് തുർക്കിന്ന് കേട്ടോ. തുർക്കിയാണ് കടൽ. ബോസ്ഫറസിൽ പോകണം. അവിടെ വെളിച്ചം കുറച്ച് കൂടുതലാണല്ലോ. ഭംഗിയുള്ള ആൾക്കാർ കേട്ടോ. ആൾക്കാർ വന്നിട്ട് പ്ലേ ചെയ്യും. ആർക്ക് വേണം പ്ലേ ചെയ്യാം. അടിപൊളിയാണ്. ആൾക്കാർ ഇത് നമ്മൾ ജോർജിയയിൽ തിബിലിസിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു റുസ്റ്റാവല്യ എന്നുള്ള സ്ഥലത്തിൻ്റെ പേര്. അവിടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് റെസ്റ്റോറൻറ്റ്സുകൾ അറബികളാണ് മെയിനായിട്ട് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അറബികളൊന്നും കാണാൻ പറ്റുന്നില്ല. ഉണ്ടോ? ഓ, അതെ, ഷോർമ കബാബ്. പക്ഷെ അറബികൾ ഒരു ബ്രാക്കറ്റിൽ മിഡിൽ ഈസ്റ്റ് അറബികളല്ല, ഇവിടെയുള്ളതൊക്കെ അറബികൾ. ലബനീസ്, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻസ്, സിറിയൻസ്, ഫലസ്തീനൻസ് ആണ്. അതാണ് ഗൾഫിലെ നമ്മളെ കോടീശ്വരന്മാരെ അറബികളല്ല കേട്ടോ. ഇവിടുത്തെ കോടീശ്വരന്മാരാണ് അറബി. നല്ല നല്ല അടിപൊളി സ്ട്രീറ്റ് കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് സ്പേസ് ആക്കാൻ പറ്റിയ സ്ട്രീറ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വെതറാണ്. ഹസ്കി കേട്ടോ, നല്ല ഹസ്കി ഉണ്ട്. എവിടെ? ഓ, ഈ സാധനം ഇന്നലെ ഇവിടെ നമ്മളുണ്ടായിരുന്നു. മറ്റേ ഈ ഏരിയയിൽ ഞങ്ങൾ കണ്ടിരുന്നു. ഈ സാധനം ഇതില്ലേ, ഇത് കണ്ടോ? ഇന്നലെ നമ്മൾ ബുദാപെസ്റ്റിൽ കണ്ടിരുന്നു. അവർ ഫയർഫോഴ്സിൽ മറ്റേ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെള്ളം ചീറ്റുന്നു. ഞാനും ബൽക്കി അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ക്യാമറ കുടുങ്ങിയെന്ന് നമുക്ക് സംശയം കാണിച്ചിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഈ സ്ട്രീറ്റിൽ അപ്പുറത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ടോ? ഇവര് റൊമീനിയൻസിനും ഹംഗേറിയൻസിനൊക്കെ നമ്മുടെ ഇന്ത്യൻ സ്പൈസി ഫുഡും ഇന്ത്യൻ ഫുഡൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പിന്നെ കുറേ ഇന്ത്യൻസ് ബംഗ്ലാദേശിലൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ കുറേ ഇപ്പോൾ ഒരു മാൻ പവറും ഹ്യൂമൻ പവറും കൊണ്ടുവന്നു. ഇവിടെ വലിയൊരു ലവ് ഉണ്ട്. വൽക്കിത് കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ലവ് എത്ര കാലം ഉണ്ടാകുന്നറിയില്ല. ഈ ലവിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ നല്ല രസമുണ്ട് കേട്ടോ. ആ ലൈറ്റ്നിങ്ങിനാണ് പൈസ കൊടുക്കുന്നത്. നല്ല നോക്കി ആ ഫ്രെയിം നോക്കി നിങ്ങൾ
ഇതൊക്കെ എന്ത് രസം നോക്കിയേ. നോക്കി ഇതൊക്കെ നീ ക്യാമറയിലൊക്കെ നോക്കി നീ. അടിപൊളിയല്ലേ? സൂപ്പർ ഫ്രെയിം കേട്ടോ. ഈ ലവിന് പ്രത്യേകിച്ച് ഒന്ന് കഥയുണ്ടോ? ഇല്ലല്ലോ, ടെമ്പററി ആക്കിയതല്ലേ? കാർണിവൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നാണ് മീറ്റ് ചെയ്തത് 30 വർഷം മുന്നൊക്കെ പറഞ്ഞ അങ്ങനെ തട്ടുകട എന്തോ ഫംഗ്ഷന് വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കുള്ളൂ. കാരണം നേരത്തെ ഇത് തന്നെ യൂഷ്വലി ഇത് ഓപ്പൺ സ്പേസ് കണ്ട അവിടെ ഒരു റൊമീനിയൻ ഇതുണ്ട്, പക്ഷേ അവിടെ പോയി നോക്കാം. അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലവിനോട് വിട പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് പോണത്. is dedicated to preserving, promoting, and sharing the rich musical and choreographic traditions of the region of Murcia. നമ്മൾ ആക്ച്വലി ഇപ്പോൾ കണ്ടത് റൊമേനിയൻ അല്ല, സ്പാനിഷ് ആണ്. അവരുടെ ലാംഗ്വേജ് അവിടെ എനിക്കൊരു സംശയം അടിച്ചു. പിന്നീടാണ് ചെക്ക് ചെയ്ത്. അപ്പോൾ അത് സ്പാനിഷ് ഡാൻസ് കേട്ടോ. അതിലൊരു അമ്മച്ചൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബൽക്കി നേരത്തെ ഒരു അടിപൊളി ഫോട്ടോ എടുത്ത് ബൽക്കി ഫോട്ടോ കാണിച്ചാൽ. ഓ, ബൽക്കിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓക്കെ. ഇതാരായത്? ബൽക്കി ആൻഡ് ടീംസ് ഗ്രൂപ്പ് സോങ്സ്. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്നുണ്ട്, ഒരുപാട് പേരുണ്ട്. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് പരിപാടി കാണുന്നു കേട്ടോ. അടുത്ത സോങ് നല്ല രസമുണ്ട് കാണാൻ മൊത്തത്തിൽ. ഇതിപ്പോൾ വീക്കെൻഡോ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ, ഡേ ആണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച രാത്രിയാണ് പരിപാടികളൊന്നും നടക്കുന്നത്. അപ്പം സാധാരണ വീക്കെൻഡുകളാണ് ഇത്രയും ആൾക്കാരൊക്കെ ഒത്തുകൂടുന്നുണ്ട്. ഇതിപ്പോൾ വീക്കെൻഡ് അല്ലാതിരുന്നിലൂടെ ഇത്രയും ആൾക്കാർ ഒത്തുകൂടുന്നുണ്ട്. ഞാനും ബൽക്കി ലവിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് ഉമ്മ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തതാണ്. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ കല്യാണം കഴിക്കുന്നൊരു കാര്യം പറഞ്ഞിരുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ മെസ്സേജ് കേൾക്കുന്നുണ്ട്. ബൽക്കി നമുക്ക് സെലക്ട് ചെയ്യണ്ട? ഇപ്പോൾ ഈ ഒരു സെൻറ്റർ ഞാൻ കറക്റ്റ് കാണിച്ചിടാവേ. ഇതിപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടോ, ഇവിടെ നമ്മൾ ഈ ബിൽഡിങ്സിനെ കാണുമ്പോൾ നമുക്ക് നമ്മൾ ആംസ്റ്റർഡാമിൽ പോയൊരു ഫീൽ വരും. കണ്ടില്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പോൾ ലവ് അവിടെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ മെയിൻ ഒരു മോണ്യുമെൻ്റ് ആണ്. അതിൻ്റെ മുകളിൽ ലൈറ്റൊക്കെ ഉണ്ട്, പക്ഷേ അത് കത്തുന്നില്ല കേട്ടോ. ടിയാർസോ ഒന്നും കൂടി പറഞ്ഞേ. ഉനിരി മാർക്കറ്റ്. അതുപോലെ ഇത് കേരളത്തിൻ്റെ സ്വന്തം മുത്താണ്. കേരളത്തിൻ്റെ മുത്ത് എവിടെ? നല്ല വൈബ് കേട്ടോ. ഇതൊരു ഫൗണ്ടെയിനാണ്, നടുവിൽ ചെറിയ ഫൗണ്ടെയിനും അതിനെ ചുറ്റും ഇങ്ങനെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സംഭവം മൊത്തത്തിൽ പൊളിയാണ്. നല്ല ആകാശത്തിനാണ് ഇന്ന് പൈസ കൊടുക്കേണ്ടത് മൊത്തത്തിൽ. ആക്ച്വലി ഈ വണ്ടി ഡോക്ടറെ വണ്ടി ഏതായത്? ഇത് GLE, മറ്റേ മെർസിഡസ് GLE. ഡോക്ടറെ മുമ്പ് വേറെ വണ്ടി എടുത്തോണ്ട്. ഏത് വണ്ടിയാണത്? മറ്റേ ഹെഡ് കംപ്ലൈന്റ് വണ്ടി. GLE തന്നെയായിരുന്നു. ഇത് ഹൈബ്രിഡ്, ഇത് ഡീസലാണ്. എന്താ സംഭവിച്ച വണ്ടിക്ക്? ഹൈബ്രിഡിന് അത് 60,000 കിലോമീറ്റർ ആയപ്പോൾ അതിന്റെ മറ്റേ സിലിണ്ടർ മറ്റേതുണ്ടല്ലോ, അതിന്റെ അത് ഓവൽ ഷേപ്പായി മാറി. ഓക്കെ. അപ്പോൾ മെർസിഡസ് പോയപ്പോൾ അവർ പറഞ്ഞു ഈ നമ്മുടെ ആക്സിലറേറ്ററിന്റെ കാല് ചവിട്ടുന്ന ഇതുണ്ടല്ലോ, അത് താഴത്ത് വരെ ചവിട്ടരുത്, പകുതി വരെ ചവിട്ടാൻ പാടുന്നു. അങ്ങനെ അവര് പുത്തൻ വണ്ടി മാറി തന്നെ. ഓക്കെ. ഇതിപ്പോ നമ്മുടെ നാട്ടില് വണ്ടി കച്ചവടക്കാര് ഡോക്ടർ ഉപയോഗിച്ച വണ്ടി എന്നുള്ള സംഭവത്തിലാണ് വണ്ടി വെക്കുന്നത്. അപ്പൊ ഇതേപോലത്തെ ഡോക്ടർമാർ ഉപയോഗിച്ച വണ്ടിയാണെങ്കിൽ, കാരണം ഒരു വണ്ടി വാങ്ങിയിട്ട് ഒരു മാസത്തിനുള്ള അതിന്റെ സിലിണ്ടറും കളഞ്ഞിട്ട് കൊണ്ടുപോയി കമ്പനി വണ്ടി മാറ്റി വേറെ വണ്ടി കൊടുക്കണമെങ്കിൽ പുള്ളി ജാതി ചവിട്ടിൽ കൊടുക്കുന്നുണ്ടാവും. എത്ര കിലോമീറ്റർ ഓടും ഒരു ദിവസം?
200-250 കിലോമീറ്റർ എന്തായാലും ഓടും. എന്തായാലും ഓടും. അപ്പൊ റൊമേനിയൻ ഡോക്ടർ സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടിയാണ് നിങ്ങൾ വാങ്ങണ്ട കേട്ടോ. അല്ല, നാട്ടിലാണെങ്കിൽ എൻ്റെ അറിവിൽ എൻ്റെ ഫ്രണ്ട്സ് ഡോക്ടേഴ്സ് എല്ലാവരും അവരെ വണ്ടികൾ നല്ലോണം ഓടിക്കുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഓടിക്കുന്നുണ്ട്. അപ്പം പണ്ട് ഏതോ കാലത്തിലാണ് ഈ വണ്ടക്കച്ചവടക്കാർ ഡോക്ടർമാർ ഉപയോഗിച്ച വണ്ടികൾ ഓടുന്നില്ല എന്ന കൺസെപ്റ്റിൽ വിൽക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ഓടുന്നത് ഡോക്ടർമാരാണ്. അപ്പൊ എൻ്റെ ഒരു അറിവും എൻ്റെ ഒരു ഇതും വെച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർമാരുടെ വണ്ടികൾ മാക്സിമം നിങ്ങൾ വാങ്ങാതിരിക്കുക. അതാണ്, നിങ്ങൾ മാക്സിമം വാങ്ങാതിരിക്കുക കേട്ടോ. ആ സ്റ്റിക്കർ കണ്ട ഓടിക്കോ. ഓക്കെ, എന്റെ വണ്ടിയിൽ സ്റ്റിക്കർ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോണത്. ഫുഡ് കഴിക്കുന്നവർ കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മളതിൽ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്, നമ്മൾ ആക്ച്വലി ഇന്ന് ട്രൈ ചെയ്യുന്നത് തുർക്കിഷാണ്. അപ്പം ഇതൊരു തുർക്കിഷ് റെസ്റ്റോറൻ്റ് ആണ്. നമ്മളിതാണ് ട്രൈ ചെയ്യാൻ പോണത്. ഇത് കബാബാണ്. കബാബും പിന്നെ അവരുടെ സ്വന്തം ഒരു കുഞ്ഞൊരു പരിപ്പിൻ്റെ ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, മൊത്തത്തിൽ വെറൈറ്റിയാണ്. ഇപ്പോൾ വേറെ എന്താ പറയുക, നമ്മളെല്ലാം ഫുഡ് കഴിക്കട്ടെ. നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവരുടെ സ്റ്റോറിയാണ്. എല്ലാവരും മിസ് ചെയ്ത് കാണണം. അത് അമേസിംഗ് ആയിരിക്കും. എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് ഇവർ എങ്ങനെയാണ് ഇവർ കല്യാണം കഴിച്ചത്, എവിടെയാണ് മീറ്റ് ചെയ്തത്, വീട്ടുകാരെങ്ങനെ അക്സെപ്റ്റ് ചെയ്തത്, എങ്ങനെയാണ്, ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. കാരണം എൻ്റെ അറിവിൽ റൊമേനിയയിൽ ഇങ്ങനെ 2 മലയാളീസ് ഉണ്ടല്ലോ ഇങ്ങനെ കല്യാണം കഴിച്ച ആൾക്കാർ, എൻ്റെ അറിവിലാണ്. അപ്പോൾ അവരുടെ സ്റ്റോറി നമുക്ക് കേൾക്കാം. ബൽക്കി എന്ന് തോന്നുന്നു ഇന്നത്തെ ദിവസം. ഓ, ബൽക്കി ഇത് കുടിക്കുന്നത് കേൾക്കില്ല പോകുന്നുണ്ട് ബ്രോ. അപ്പോൾ നാളെ റെഡിയല്ലേ? നാളെ റെഡി? നാളെ റെഡി, ഞങ്ങൾ റെഡി, അവരും റെഡി. നിങ്ങൾ റെഡിയാണോ? എന്നാ പറ. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡ് കാണാം.